ഹായ് നമസ്തേ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. കാരണം നിച്ചു ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. ഇത്ര നാൾ അംഗൻവാടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂളിലേക്ക് ചേർത്തു, LKG. അപ്പോൾ പോവണ ആദ്യത്തെ ദിവസമാണ്. അവർക്ക് ജൂൺ 4 തീയതിയാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ അന്ന് രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഞാൻ രാവിലെ വേഗം എണീറ്റ് പുട്ടും പയറുകറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അത് കഴിഞ്ഞിട്ട് അവളെ എണീപ്പിച്ച് പല്ലേപ്പിച്ച് കുളിപ്പിക്കാമെന്നുള്ളു. പിന്നെ ഇന്ന് ഒരുപാട് നേരമൊന്നും ഉണ്ടാവില്ല, ഒരുമിച്ച് പോരും. അപ്പോൾ എങ്ങനെയാവും എന്നൊക്കെ ഇന്നിപ്പോൾ ഒരുമിച്ച് പോകണോണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ആ ഒരു ടെൻഷനും പിന്നെ ഒരു സന്തോഷവും ആദ്യമായിട്ട് മോൾ സ്കൂളിൽ പോകണല്ലോ, അതൊക്കെ ഉണ്ട്. ഹലോ, ഞങ്ങൾ സ്കൂളിൽ പോവാൻ റെഡിയായി. അജയായിട്ട് പോവാൻ മോളല്ലേ? സന്തോഷാണോടാ? നല്ല എക്സൈറ്റ്മെന്റിലൊക്കെ ഇരിക്കണ്ടേ, എന്താവെന്ന് അറിയില്ല. ഇന്നിപ്പോ കുറച്ച് നേരം ഉള്ളൂ, പെട്ടെന്ന് പോയിട്ട് വരുമായിരിക്കും. കുട്ടി പഠിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിശേഷമൊക്കെ കാണേ. കാറ്റ് പറയൂ. പിന്നെ അതാ ഞങ്ങൾ സ്കൂളിലെത്തി. അവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുക കുട്ടികളെ. ഇപ്പോൾ LKG UKG ഒരുമിച്ചാണ് ഇരുത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാ കുട്ടികളും എത്തുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് ലഡ്ഡു കിട്ടി. അപ്പോൾ ലഡ്ഡു ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഏകദേശം പിള്ളേരൊക്കെ വന്നു. ഒരുപാട് പിള്ളേരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അവളെന്തോ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരി പോലെ ഇരിക്കുന്നുണ്ട്. അതിന് പിള്ളേരെ കൊണ്ട് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. വേണമെങ്കിൽ ഇരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരാം എന്നുള്ള ഇതിലായതുകൊണ്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. കിട്ടിയ ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. ബുക്ക് പതിയണ പേപ്പർ അല്ലേ? ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ കിട്ടിയില്ല, വെറുതെ വന്നു. അല്ല, ഇനി വേറെ സ്ഥലത്ത് നോക്കാം. പിന്നെ അവൾക്ക് ഇത് എന്തായാലും അവിടെ വരെ വന്നതല്ലേ, സാധനം കിട്ടിയില്ലെങ്കിലും ആൾക്ക് മറ്റേ ടിഫിൻ കൊണ്ടുപോകണം. 1 മണി വരെ ഉള്ളൂ ക്ലാസ്. ടിഫിൻ ഉണ്ടാവും ഇടയ്ക്ക്, ടിഫിൻ ടൈം. അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി ബിസ്ക്കറ്റ് രാവിലത്തെ ഉണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഇഡലി ദോശയ്ക്കാണെങ്കിൽ കൊടുത്തണം, പുട്ടൊക്കെ ആണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ നല്ല ബിസ്ക്കറ്റ്സ് നോക്കിയിട്ട്, ക്രീമൊന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ് അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് ഉള്ളതിൽ അത് മേടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിച്ചു എവിടെ പോയി വന്നേ? നീ എന്നാടെ ഡോറയോ? ഞങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരിക. ഇന്ന് കുറച്ച് നേരം ഇരുന്നോളൂ അല്ലേ? 9 മണിക്ക് തുടങ്ങി 10 മണി വരെ ഇരുന്നു. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി. വാ നടക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. പിന്നെ കുറച്ച് കടകളിലൊക്കെ കയറണമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ നടന്ന് വന്നു. കുറച്ച് നേരം അവൾ എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. നീക്കോടെ നിർത്തിയാ? തനിയെ നിർത്താന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് കുട്ടി നിർത്താൻ പറ്റാതിരിക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെയോ നീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ എത്താറായി. ഇനിയിപ്പോൾ നാളെ തുടങ്ങി കുട്ടി ബസ്സിലാണ് പോണേ അല്ലേ? നിച്ചു നാളെ തുടങ്ങി ബസ്സിൽ പോവില്ലേ? അപ്പോൾ ഇവിടെ കോമ്പൗണ്ടിൽ ബസ് വരും. അപ്പോൾ ബസ്സിൽ പൊക്കോളും എന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അറിയാൻ പാടില്ല. ഏതായാലും ഫീസൊക്കെ അടച്ചിട്ടുണ്ട്, ബസ്സിൽ പോയേ പറ്റൂന്ന്. നാളെയും കൂടി പോയാൽ പിന്നെ തിങ്കൾ തുടങ്ങി ഉണ്ടാവുള്ളൂ. വെള്ളി അവധിയാണ്, പിന്നെ ശനി ഞായറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായി? നിച്ചു ഹാപ്പിയാണോ? ഇഷ്ടപ്പെട്ട സ്കൂള്? ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ട? കുട്ടികളെ ഇഷ്ടപ്പെട്ട? ആരോടും വർത്താനം പറഞ്ഞില്ലല്ലോ നിച്ചു? അതെന്താ? നാളെ വർത്താനമൊക്കെ പറയണം കേട്ടോ. പറയോ?
സംസാരിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ്, അത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. എൻ്റെ കൈ വേദന എടുക്കുന്നുണ്ട്. അപ്പം ശരി, ഞങ്ങൾ വീട്ടിൽ ഇതിപ്പോൾ എത്തും. പോവാ, ബൈ ബൈ. ഹലോ. അപ്പം ഞങ്ങൾ രാവിലെ പോയിട്ട് പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞ് വീഡിയോ എടുത്തില്ല. പിന്നെ പെട്ടെന്ന് പണിയായിരുന്നു. ഉച്ചക്കലത്തെ പണിയൊന്നും കഴിയാതെയല്ലേ പോയത്. 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ എത്തി. 1 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. വേണമെങ്കിൽ ഇരുന്നോ അല്ലേ പൊക്കോ. അപ്പം ഞാൻ പിന്നെ കൊണ്ടുവരാം എന്നുള്ളതല്ല പോയത്. അപ്പോൾ അങ്ങനെ പോന്നു ഒരുമിച്ച്. 11 മണിയായപ്പോൾ എത്തി. പിന്നെ ഉച്ചക്കലത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അതുണ്ടാക്കി പെട്ടെന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഇവിടെ കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ്. രാവിലെ 5:50 5:45 കഴിഞ്ഞപ്പോൾ എണീറ്റതാണ്. അത് കഴിഞ്ഞിരിക്കണത് ഇപ്പോഴാണ്. ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരുന്നത്. ഉറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ ഇവള് കുത്തി തുറക്കും. അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഉറങ്ങാനുള്ള സമയം ഇല്ലായിരുന്നു. ഇപ്പോൾ സമയം 4 മണിയാവുന്നു. 3:30 കിടന്ന് കുറച്ചു നേരം കിടന്നു. ഇനിയുണ്ട് ഒരു പണി, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഷെൽഫിൻ്റെ കോലം. ഇവിടെ കുറേ ബുക്കുകൾ എൻ്റെയും പിന്നെ അങ്ങനെ കുറേ ഫയൽസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അവളുടെ കിട്ടിയ ബുക്കും ബെൽറ്റൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ മാറ്റി ഇത് മൊത്തം ഒതുക്കണം. അവളുടെ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബുക്കൊക്കെ പൊതിയണം. അതിന് മുൻപ് ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് നിച്ചുവിൻ്റെ ബുക്ക് വയ്ക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് എടുക്കണം. ബാക്കി ബുക്കുകളൊക്കെ ഒതുക്കി വയ്ക്കണം. എന്നിട്ട് വേണം ബുക്കൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വയ്ക്കാൻ. അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി. ചെയ്യാം നമുക്ക്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന ഷെൽഫ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു 1.25 മണിക്കൂർ ടൈം എടുത്തിട്ട്. അപ്പം ഏകദേശം ഓക്കെ ആയി. അപ്പോൾ ഇതിൽ എൻ്റെ ബുക്കാണ് കൂടുതൽ. അവളുടെ ആകെ ഇത്രയേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ടൈമിലേക്ക് വേണ്ടത് മാത്രമേ ഇപ്പോൾ പൊതിയുന്നുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം പൊതിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള അത് കവറിലാക്കി വെച്ചേക്കാം. അത് സെക്കൻഡ് ടൈം, തേർഡ് ടൈം, അങ്ങനെ 3 ടൈമായിട്ടാണ്. അപ്പോൾ അത് പിന്നെ പൊതിഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴത്തേക്കുള്ളത് മാത്രം ഇപ്പോൾ തൽക്കാലം പൊതിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നെയിം സ്ലിപ്പൊക്കെ വെച്ച് പേരൊക്കെ എഴുതി വയ്ക്കാം. അപ്പം മൺഡേ തുടങ്ങി ഞാൻ പഠിപ്പിച്ച് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ കൂടി ഉള്ളൂ. വെള്ളിയാഴ്ച അവധിയല്ലേ. അപ്പോൾ വെള്ളി ശനി ഞായറില്ല. നാളെയും കൂടി പിന്നെ അധികം പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും പരിചയപ്പെടലതൊക്കെ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് ഒക്കെ പഠിപ്പിച്ച് തുടങ്ങുള്ളൂ. അപ്പം നാളെ ബുക്ക് വേണ്ട, എന്നാലും പൊതിഞ്ഞൊക്കെ വച്ചേക്കാം. അപ്പോൾ അതായത് ഞങ്ങൾ ബുക്ക് പൊതിയാനിരിക്കാം. അതിനിടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വന്നേ. അത് കഴിഞ്ഞിട്ടാണ് ബുക്ക് പൊതിയാനിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് അവിടെ കുറച്ച് വെട്ടിക്കളയട്ടെ. ഇവിടെ അതിൻ്റെ കോട്ടിങ് പോയ സ്ഥലം അത് വെട്ടിക്കളയാം. ഇങ്ങനെ ബുക്ക് പൊതിയാനിരിക്കുമ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെറുതായിരിക്കുമ്പോൾ അമ്മയാണ് പൊതിഞ്ഞു തരുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ സ്കൂള് തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് ബുക്കൊക്കെ എടുത്ത് വെച്ച് പൊതിയാനിരിക്കും. പായൊക്കെ വിരിച്ച് താഴെ ഇരുന്നിട്ട് ആണ് ബുക്ക് പൊതിയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോയിരിക്കും. എനിക്കിഷ്ടം അത് കാണാൻ വേണ്ടിയിട്ട് ബുക്ക് പൊതിയുന്നത്. അപ്പം അമ്മ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ ഓർമ്മയിൽ ഞാൻ ബുക്ക് പൊതിഞ്ഞേക്കുന്നത് ആകെ വളരെ കുറവാണ്. വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ ആയപ്പോൾ 1-2 വർഷം പൊതിഞ്ഞുണ്ടാവും കഷ്ടി. ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് പൊതിഞ്ഞു തരാറ്. അപ്പം അത് ഓർമ്മ വരിക. അതിനുശേഷം പിന്നെ പൊതിഞ്ഞിട്ടുമില്ല. കോളേജിലൊന്നും പിന്നെ ബുക്ക് പൊതിയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പോഴാണ് ബുക്ക് പൊതിയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പൊതിയുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കേണ്ടി വരും. ശരിയാവോ അതൊക്കെ അറിയില്ല. ആ ഒരു ഇത് വെച്ചിട്ടങ്ങ് ചെയ്യാം. ഇങ്ങനെയൊന്നുമല്ലടാ. അതേ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ ആയിപ്പോയില്ലേ. അല്ലെങ്കിൽ അമ്മ പൊതിഞ്ഞ് തന്നേനെ. അമ്മയ്ക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞങ്ങളിവിടെ ആയതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം. കുഴപ്പമൊന്നുമില്ല, എനിക്കും ഇഷ്ടമൊക്കെയാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ. എന്നാലും ഒരു
കുറേ നാൾ ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അങ്ങനെതാ ഒരു ബുക്ക് ഞാൻ സക്സസ്ഫുള്ളി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലിവിടെ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുപോകില്ലേ. ഒന്നാമത് കുഞ്ഞു പിള്ളേരല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പറിച്ചോണ്ട് ഇവിടെ ഒരു സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. എന്തോ അത് ബാക്കിയും കൂടി പൊതിയട്ടെ. എല്ലാവർക്കും എങ്ങനെ തണുപ്പില്ല, എല്ലാ ബുക്കും പൊതിഞ്ഞു. ഇനി നെയിം സ്ലിപ്പ് ഒട്ടിക്കാനുണ്ട്. ഡോറ ബുജ്ജിയുടെ നെയിം സ്ലിപ്പാണ് മേടിച്ചേക്കണേ. ഡോറയുണ്ട്, ബുജ്ജി ഉണ്ട് തന്നെ. അപ്പൊ ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ചരിഞ്ഞു പോയാ എല്ലാ ബുക്സും ഒട്ടിച്ചു. ഇത് കളറിങ് ബുക്ക്, ഇത് ഇംഗ്ലീഷും മാത്സും കൂടി മിക്സ്. ഇത് മലയാളം അല്ലേ, മലയാളം. പിന്നെ നോട്ട്സ്, പിന്നെ ഒരു ഡയറി ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഡയറി. പിന്നെ 3 നോട്ട്സ്, 2 ലൈൻ 4 ലൈൻ ചെക്ക്. ഇത്രയാണുള്ളത്. അപ്പം ഇതെല്ലാം സെറ്റായി. ഇനി ഇതിൽ പേരൊക്കെ എഴുതി സബ്ജക്ട്സ് ഒക്കെ എഴുതി വെക്കണം. അത്രേ ഉള്ളൂ. ഹലോ, അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണല്ലേ സ്കൂളിൻ്റെ. ഇന്ന് എങ്ങനെയാ പോണേ സ്കൂളിൽ? എന്നെ ചോട്ടി ബസ്സിൽ കയറി പോവാൻ പോവാ. ഞങ്ങൾ കമ്മലൊക്കെ മാറ്റി, സ്വർണ്ണക്കമ്മലൊന്നും ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണത്തിൻ്റെ ഒന്നും ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കമ്മൽ മാറ്റി. ഇന്ന് ആദ്യമായിട്ട് ബസ്സിൽ പോകാൻ പോവാ അല്ലേ? ആദ്യമായിട്ടല്ല, ബസ് അവൾ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ കയറി പോവാണ്. ചോ പിള്ളേരുണ്ടാവും വേറെ കാണാമൊക്കെ. ബസ് വരാറായിട്ടുണ്ട്, 8:45 ഒരു 8:40 ആയിട്ടുണ്ട്. അപ്പം നോക്കട്ടെ ഞങ്ങൾ. ബൈ. അത് കഴിഞ്ഞത് ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ കേട്ടോ. അപ്പോഴൊക്കെ എനിക്ക് ടെൻഷനാണ്, കാരണം ഇനി കണ്ട കുട്ടികൾ വേറെ ഉണ്ട് അവിടെ. എന്ന് 3-4-5 കുട്ടികൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ ഉണ്ട്. പിന്നെ അപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് കുട്ടികൾ അവിടെ നിന്നുണ്ട് കുറച്ച് പേര്. എന്നാലും എനിക്കൊരു പേടി, ഇനി അവളാദ്യമായിട്ടല്ലേ കയറി പോകുന്നത്, അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഇങ്ങനെ അതിലിങ്ങനെ നിൽക്കപ്പോഴേക്കും ബസ് വന്നു. ബസ്സിൽ കയറ്റാൻ വേണ്ടി നിൽക്കുവാണ്. കേറിക്കോ ടാറ്റാ. അപ്പം നിച്ചുട്ടിയെ ബസ്സിലേക്ക് കയറ്റി വിട്ടോട്ടോ. അപ്പോൾ അവൾ കയറിപ്പോയി. എന്തോ മിക്സഡ് ഇമോഷൻസാണ്, കാരണം പഠിക്കാൻ പോകുന്ന ഒരു മൈൽ സ്റ്റോണാണ് അവരുടെ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ വിട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. ഇപ്പോൾ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ട്, 3-4 ദിവസമൊക്കെ നിന്നിട്ടുണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് ഞങ്ങളില്ലാതെ എന്തെങ്കിലും. പക്ഷേ അത് നമ്മുടെ വീടാണല്ലോ. ഇതിങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് ബസ്സിലൊക്കെ കയറി അവളെ അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. പിന്നെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാട്ടാണല്ലോ, ഇതൊക്കെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ, ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അവൾ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. പോയപ്പോൾ ഒക്കെ സന്തോഷത്തിൽ ചിരിച്ച് ടാറ്റയൊക്കെ തന്ന് പോയിട്ടുണ്ട്.
പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ 1 മണി വരെ അവർക്ക് ക്ലാസ് ഉള്ളൂ. 1:10 ആകുമ്പോഴേക്കും ഇവിടെ അധികം ദൂരമില്ലല്ലോ, അപ്പോഴേക്കും ബസ് വരുകയും ചെയ്യും. പിന്നെ കുഴപ്പമില്ല, ടെസ്റ്റിന് കൊടുത്തിട്ടിട്ടുണ്ട്. ഫുഡ് പിന്നെ ഉച്ചയ്ക്കുള്ളത് ഇവിടെ വന്നിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കരയാന്ന് ചെയ്യാതിരുന്നാൽ മതി, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിന്നെ വന്നിട്ട് കാണാം. വിശേഷങ്ങൾ ചോദിക്കാനുള്ളതാണ്. ഞാൻ ഇച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 1:15 1 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അധികം നേരം എടുക്കില്ല, 1:10 ആകുമ്പോൾ എത്തുന്ന പറഞ്ഞ ബസ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവിടെ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണാം. വണ്ടി കാണുമ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. എന്തായെന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ. ബസ് വരുന്നുണ്ട്, ഞാൻ പോട്ടെ. കുഞ്ഞാപ്പൂ ഇവിടെ നോക്കി. എങ്ങനെയുണ്ടായതാ? നല്ലതാണോ? അങ്ങനെ അമ്മയുടെ മുത്ത് ടൂറിന് പോയി വന്നേ. ഇഷ്ടപ്പെട്ട സ്കൂള്? മിടുക്കിയായിട്ട് പാപ്പൊക്കെ കഴിച്ചാ? ഫുൾ കഴിച്ചാ? പിന്നെ ഇന്ന് ടീച്ചർ എന്തൊക്കെ പറഞ്ഞ? പഠിപ്പിച്ചാ? ഒന്നും പഠിപ്പിച്ചില്ലേ? പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഒന്നും പറയാണ്ടിരിക്കൂല. പറയടാ, ഇന്ന് എന്തൊക്കെ ചെയ്തടാ? അയ്യോ, ഇന്ന് എന്തൊക്കെ ചെയ്തേ പറ. മറ്റന്നാളോ അടിക്കണ്ടേ? ഇനി തിങ്കളാഴ്ച പോകണ്ടേ? തിങ്കളാഴ്ച പോയി പഠിക്കണം. അപ്പോൾ ഇന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. ഞങ്ങൾ മമ്മൻ കഴിക്കണ്ടേ? വിശക്കല്ലേ? മമ്മൻ കഴിക്കട്ടെ. അപ്പം എനിക്ക് കഴിഞ്ഞില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിച്ചുക്കുട്ടൻ്റെ സ്കൂൾ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഡേ കുഴപ്പമില്ല, സെക്കൻഡ് ഡേയും കുഴപ്പമില്ല. ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെയായാലും പോയല്ലേ പറ്റുള്ളൂ അല്ലേ? പഠിച്ചല്ലേ, കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.